നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ തസ്നീം. കേരള PSC 65ാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള PSC ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് 2024 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 35 വർഷത്തെ PSC പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ, 5000 കറണ്ട് അഫയേഴ്സ്, 400 പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കേരള ഭൂമിശാസ്ത്രം, ഇന്ത്യ ഭൂമിശാസ്ത്രം എന്നിവയെല്ലാം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലോക ഭൂമിശാസ്ത്രത്തെ കുറിച്ചിട്ടാണ്. ലോക ഭൂമിശാസ്ത്രത്തിലെ വിദൂര സംവേദനം എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. സംവേദകം പുറപ്പെടുവിക്കുന്ന കൃത്രിമമായ പ്രകാശത്തിന്റെ അഥവാ ഊർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദനമാണ് പ്രത്യക്ഷ വിദൂര സംവേദനം. രണ്ടിനം കൃത്രിമ ഉപഗ്രഹങ്ങളേവ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുണ്ട്, സൗരസ്ഥിത ഉപഗ്രഹങ്ങളുണ്ട്. ഏതൊക്കെ ഉപഗ്രഹങ്ങളാണുള്ളത്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങളും സൗരസ്ഥിര ഉപഗ്രഹങ്ങളും. ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ സ്വീകരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. എന്താണ് വിദൂര സംവേദനം? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശബന്ധം കൂടാതെ സ്വീകരിക്കുന്ന രീതിയാണ് വിദൂര സംവേദനം. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. എത്ര ഉപഗ്രഹങ്ങളുടെ സഹായത്താലാണ് GPS-ൽ സ്ഥാനനിർണയം നടത്തുന്നത്? 24 ഉപഗ്രഹങ്ങളുടെ സഹായത്താലാണ് GPS-ൽ സ്ഥാനനിർണയം നടത്തുന്നത്. വിദൂര സംവേദനത്തിന് മുഖ്യമായും പ്രയോജനപ്പെടുത്തുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമിയുടെ എത്ര ഭാഗമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ പരിധിയിൽ വരുന്നത്? 1/3. ഭൂമിയുടെ 1/3 ഭാഗമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണ പരിധിയിൽ വരുന്നത്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രദക്ഷിണ പഥം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? 36,000. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രദക്ഷിണ പഥം എത്ര കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? 36,000. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രദക്ഷിണ പഥം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കാതെ സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദമാണ് എന്ത്? പരോക്ഷ വിദൂര സംവേദനം. സംവേദകം സ്വയം ഊർജം പുറപ്പെടുവിക്കാതെ സൗരോർജത്തിന്റെ സഹായത്തോടെ നടത്തുന്ന വിദൂര സംവേദമാണ് പരോക്ഷ വിദൂര സംവേദനം. GPS-നെ അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം എന്നിവ കൃത്യതയോടെ പ്രദർശിപ്പിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എത്ര ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളെങ്കിലും വേണം? 4. ഒന്നും കൂടി ശ്രദ്ധിക്കാം. GPS-നെ അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം എന്നിവ കൃത്യതയോടെ പ്രദർശിപ്പിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 4 ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകളെങ്കിലും ലഭിക്കണം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് ഉപഗ്രഹ വിദൂര സംവേദനം. കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള സംവേദകങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയ പറയുന്ന പേരെന്താണ്? ഉപഗ്രഹ വിദൂര സംവേദനം. ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS. ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, ഉയരം, സമയം ഏതൊക്കെയാണ്? ഭൗമോപരിതല വസ്തുക്കളുടെ അക്ഷാംശ, രേഖാംശ സ്ഥാനം, ഉയരം, സമയം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വെക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലം വെക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹൈദരാബാദ്. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ് ആണ്.
ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. എന്താണ്? ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾ ഏതാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ച് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം ഏതൊക്കെയാണ്? പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ച് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. IRS, ലാൻഡ്സാറ്റ് എന്നിവ ഏതിന ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്? സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക്. എന്താണ് ഇപ്പൊ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ? നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെ കുറിച്ച് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഈ സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് IRS, ലാൻഡ്സാറ്റ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന വിദൂര സംവേദന രീതി ഏതാണ്? ആകാശീയ വിദൂര സംവേദനം. എന്താണ് ആകാശീയ വിദൂര സംവേദനം? താരതമ്യേന വിസ്തൃതി കുറഞ്ഞ പ്രദേശങ്ങളുടെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന വിദൂര സംവേദന രീതിയാണ് ആകാശീയ വിദൂര സംവേദനം. തുടക്കത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന GPS സംവിധാനം നിലവിൽ വന്ന രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾ. തുടക്കത്തിൽ സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന GPS സംവിധാനം നിലവിൽ വന്ന രാജ്യമാണ് അമേരിക്കൻ ഐക്യനാടുകൾ. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്ന ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഒരു പ്രദേശത്തിന്റെ കൃത്യമായ സ്ഥിതി വിവരശേഖരണത്തിന് സഹായകമായ കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഒരു പ്രദേശത്തിന്റെ കൃത്യമായ സ്ഥിതി വിവരശേഖരണത്തിന് സഹായകമായ കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. വാർത്താവിനിമയം, ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കൽ എന്നിവയ്ക്ക് പ്രയോജനപ്പെടുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഏതൊക്കെയാണ്? വാർത്താവിനിമയം, ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കൽ എന്നിവയ്ക്ക് പ്രയോജനപ്പെടുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഒരു പ്രദേശത്തിന്റെ കൃത്യമായ സ്ഥിതിവിവര ശേഖരണത്തിന് സഹായകമായ കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. വാർത്താവിനിമയം, ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കൽ എന്നിവയ്ക്ക് പ്രയോജനപ്പെടുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിംഗിന്റെ ആസ്ഥാനം ഡെറാഡൂൺ. ഇൻസാറ്റ് ഉപഗ്രഹ പരമ്പര ഏതിന് ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക്. ഇൻസാറ്റ് ഉപഗ്രഹ പരമ്പര ഏതിനും ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണമാണ്. ഉപഗ്രഹങ്ങൾക്ക് ഭൂസ്ഥിര ഭ്രമണ പഥം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചതാരാണ്? ആർതർ സി ക്ലാർക്ക് ആണ്. ഉപഗ്രഹങ്ങൾക്ക് ഭൂസ്ഥിര ഭ്രമണപഥം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആർതർ സി ക്ലാർക്ക് ആണ്. കുറഞ്ഞ നിരീക്ഷണ പരിധി മാത്രമുള്ള സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം എത്ര ഉയരത്തിലാണ്? 900 കിലോമീറ്റർ. ഒന്നും കൂടി ശ്രദ്ധിക്കാം. കുറഞ്ഞ നിരീക്ഷണ പരിധി മാത്രമുള്ള സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ സഞ്ചാരപഥം ഭൗമോപരിതലത്തിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിലാണ്. ഏകദേശം 900 കിലോമീറ്റർ ഉയരത്തിലാണ്. ലോകഭൂമിശാസ്ത്രത്തിലെ വിദൂര സംവേദനം എന്ന് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. അടുത്തത് നമുക്ക് വൻകരകൾ എന്ന് പറഞ്ഞ ടോപ്പിക്കിലേക്ക് കടക്കാം. ആദ്യ ക്വസ്റ്റ്യൻ നോക്കാം. 4 അർദ്ധഗോളങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന ഏക വൻകരയാണ് ആഫ്രിക്ക. 4 അർദ്ധഗോളങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ഏക വൻകരയാണ് ആഫ്രിക്ക. ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ എന്നിവ കടന്നു പോകുന്ന ഏക വൻകരയാണ് ആഫ്രിക്ക. ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഭൂമധ്യരേഖ എന്നിവ കടന്നു പോകുന്ന ഏക വൻകരയാണ് ആഫ്രിക്ക. ഏറ്റവും ഉയർന്ന മരണനിരക്കുള്ള വൻകര ഏതാണ്? ആഫ്രിക്ക. ഏറ്റവും ഉയർന്ന മരണനിരക്കുള്ള വൻകര ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള വൻകര ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ള വൻകര ആഫ്രിക്ക.
ഏത് വൻകരയാണ് ഭൂമധ്യരേഖ രണ്ട് തുല്യ ഗോളങ്ങളായി വിഭജിക്കുന്നത്? ആഫ്രിക്ക വൻകരയെ. ആഫ്രിക്ക വൻകരയാണ് ഭൂമധ്യരേഖ രണ്ട് തുല്യ ഗോളങ്ങളായി വിഭജിക്കുന്നത്. വൻകരകളിൽ ഭൂഗോളത്തിൽ ഏറ്റവും മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ആഫ്രിക്ക. വൻകരകളിൽ ഭൂഗോളത്തിൽ ഏറ്റവും മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ അതിരുകൾ ഉള്ള വൻകരയാണ് ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ അതിരുകൾ ഉള്ള വൻകരയാണ് ആഫ്രിക്ക. മാതൃമരണ നിരക്ക് അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും ഉയർന്ന വൻകരയാണ് ആഫ്രിക്ക. മാതൃമരണ നിരക്ക് ഏറ്റവും ഉയർന്ന വൻകര ഏതാണ്? ആഫ്രിക്ക. മലേറിയ കാരണം ഏറ്റവും കൂടുതൽ പേർ മരണപ്പെടുന്ന വൻകരയാണ് ആഫ്രിക്ക. മലേറിയ കാരണം ഏറ്റവും കൂടുതൽ പേര് മരണമടയുന്ന വൻകരയാണ് ആഫ്രിക്ക. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഏതാണ്? ആഫ്രിക്കയാണ്. നമുക്കെല്ലാം അറിയാം അല്ലെ, ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ്. മനുഷ്യവംശം പിറവിക്കൊണ്ടെന്ന് കരുതപ്പെടുന്ന വൻകര ഏതാണ്? ആഫ്രിക്ക. മനുഷ്യവംശം പിറവിക്കൊണ്ടെന്ന് കരുതപ്പെടുന്ന വൻകരയാണ് ആഫ്രിക്ക. ഏറ്റവും ചൂട് കൂടിയ വൻകര ഏതാണ്? ആഫ്രിക്ക. ആഫ്രിക്കയിലാണ് ഏറ്റവും ചൂട് കൂടിയത്. കലഹാരി മരുഭൂമി ഏത് വൻകരയിലാണ്? ആഫ്രിക്കയിലാണ്. നമ്മൾ മരുഭൂമിയുടെ ക്ലാസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, കലഹാരി മരുഭൂമി ആഫ്രിക്കയിലാണെന്നുള്ളത്. അതുപോലെ തന്നെ കലഹാരി മരുഭൂമി ഏത് വൻകരയിലാണ്? ആഫ്രിക്ക വൻകരയിലെ. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലുള്ള വൻകരയാണ് ആഫ്രിക്ക. ഇന്ത്യൻ മഹാസമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലുള്ള വൻകരയാണ് ആഫ്രിക്ക. ഉത്തരമിതോഷ്ണ മേഖല മുതൽ ദക്ഷിണമിതോഷ്ണ മേഖല വരെ വ്യാപിച്ചു കിടക്കുന്ന ഏക ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ഉത്തരമിതോഷ്ണ മേഖല മുതൽ, അതായത് നോർത്തേൺ ടെമ്പറേറ്റ് മുതൽ ദക്ഷിണമിതോഷ്ണ മേഖല വരെ, സത്തേൺ ടെമ്പറേറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഏക ഭൂഖണ്ഡമാണ് ആഫ്രിക്ക. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നൈജീരിയ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നൈജീരിയ. ഏത് ഭൂഖണ്ഡത്തിലെ ഭാഷയാണ് സ്വാഹിലി? ആഫ്രിക്ക. ആഫ്രിക്ക ഭൂഖണ്ഡത്തിലെ ഭാഷയാണ് സ്വാഹിലി. നീഗ്രോയിഡ് വർഗക്കാർ ഏറ്റവും കൂടുതലുള്ള വൻകര ഏതാണ്? ആഫ്രിക്ക. നീഗ്രോയിഡ് വർഗക്കാർ ഏറ്റവും കൂടുതലുള്ളത് ആഫ്രിക്കയിലാണ്. എവിടുത്തെ ജനതയാണ് ബുഷ്മൻ? ആഫ്രിക്ക. ആഫ്രിക്കയിലെ ജനതയാണ് ബുഷ്മൻ. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളത് ഏത് വൻകരയിൽ നിന്നാണ്? ആഫ്രിക്ക വൻകരയിൽ നിന്നാണ്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉള്ളത് ആഫ്രിക്ക വൻകരയിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ കോമൺവെൽത്ത് രാജ്യങ്ങൾ ഏത് വൻകരയിലാണ്? ആഫ്രിക്ക വൻകരയിലാണ്. ഏറ്റവും കൂടുതൽ കോമൺവെൽത്ത് രാജ്യങ്ങൾ ആഫ്രിക്ക വൻകരയിൽ നിന്നാണ്. പുളിമരത്തിന്റെ ജന്മദേശം ആഫ്രിക്ക. പുളിമരത്തിന്റെ ജന്മദേശം ആഫ്രിക്ക. ബാണ്ടു ജനവിഭാഗം ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്ക. ബാണ്ടു ജനവിഭാഗം ആഫ്രിക്ക ഭൂഖണ്ഡത്തിലാണ്. നീഗ്രോകൾ ഏറ്റവും കൂടുതലുള്ള വൻകരയാണ് ആഫ്രിക്ക. നീഗ്രോകൾ ഏറ്റവും കൂടുതലുള്ള വൻകര ഏതാണ്? ആഫ്രിക്ക. ഏത് വൻകരയിലാണ് ഏറ്റവും കൂടുതൽ ചേരി നിവാസികൾ ഉള്ളത്? ആഫ്രിക്ക വൻകരയിൽ. ഏത് വൻകരയിലാണ് ഏറ്റവും കൂടുതൽ ചേരി നിവാസികൾ ഉള്ളത്? ആഫ്രിക്ക വൻകരയിൽ. സാവന്ന പുൽമേടുകളുള്ള വൻകര ഏതാണ്? ആഫ്രിക്ക. സാവന്ന പുൽമേടുകളുള്ള വൻകര ആഫ്രിക്ക. ഏറ്റവും ദരിദ്രമായ വൻകരയാണ് ആഫ്രിക്ക. ഏറ്റവും ദരിദ്രമായ വൻകരയാണ് ആഫ്രിക്ക. ബൂവർ യുദ്ധത്തിന് വേദിയായ വൻകരയാണ് ആഫ്രിക്ക. ബൂവർ യുദ്ധത്തിന് വേദിയായ വൻകരയാണ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ പറയുന്ന പേരാണ് കേപ്പ് അഗുൽഹസ്. ആഫ്രിക്കയുടെ തെക്കേ അറ്റത്തെ പറയുന്ന പേരാണ് കേപ്പ് അഗുൽഹസ്. ഏത് വൻകരയിലാണ് സഹാറ മരുഭൂമി? ആഫ്രിക്ക വൻകരയിലാണ്. നമ്മൾ മരുഭൂമി പഠിച്ചപ്പോഴും ഈ സെന്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് വൻകരയിലാണ് സഹാറ മരുഭൂമി? ആഫ്രിക്ക വൻകരയിലാണ്. ഏത് വൻകരയിലാണ് മഗ്രിബ് രാഷ്ട്രങ്ങൾ? ആഫ്രിക്ക. ഏത് വൻകരയിലാണ് മഗ്രിബ് രാഷ്ട്രങ്ങൾ? ആഫ്രിക്ക. ഹൈ വേൾഡ് പുൽമേടുകൾ ഏത് വൻകരയിലാണ്? ആഫ്രിക്ക വൻകരയിലാണ്. ഹൈ വേൾഡ് പുൽമേടുകൾ ആഫ്രിക്ക വൻകരയിലാണ്. ഏത് വൻകരയിലാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ളത്? ആഫ്രിക്ക വൻകരയിലാണ്. ആഫ്രിക്ക വൻകരയിലാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുള്ളത്. ഏത് ഭൂഖണ്ഡത്തിനാണ് വിസ്തീർണത്തിൽ രണ്ടാം സ്ഥാനമുള്ളത്? ആഫ്രിക്ക ഭൂഖണ്ഡത്തിനാണ്. ആഫ്രിക്ക വൻകരയ്ക്കാണ് വിസ്തീർണത്തിൽ രണ്ടാം സ്ഥാനമുള്ളത്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറവ് ഏത് വൻകരയിലാണ്? ആഫ്രിക്ക വൻകരയിലാണ്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറവ് ആഫ്രിക്ക വൻകരയിലാണ്.
ഏത് വൻകരയിലാണ് വിക്ടോറിയ തടാകം? ആഫ്രിക്ക. ആഫ്രിക്ക വൻകരയിലാണ് വിക്ടോറിയ തടാകം. ആളുകളുടെ ശരാശരി ആയുസ് ഏറ്റവും കുറഞ്ഞ വൻകരയാണ് ആഫ്രിക്ക. ആളുകളുടെ ശരാശരി ആയുസ് ഏറ്റവും കുറഞ്ഞ വൻകരയാണ് ആഫ്രിക്ക. ഏത് വൻകരയിലാണ് നൈൽ ഒഴുകുന്നത്? ആഫ്രിക്ക വൻകരയിലാണ്. ആഫ്രിക്ക വൻകരയിലാണ് നൈൽ നദി ഒഴുകുന്നത്. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള വൻകര ആഫ്രിക്ക തന്നെയാണ്. ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള വൻകര ഏതാണ്? ആഫ്രിക്കയാണ്. ഹുദു, ടുട്സി വിഭാഗങ്ങൾ അധിവസിക്കുന്ന വൻകരയാണ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ അധിവസിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണ് ഹുദു, ടുട്സി. സീബ്രയുടെ ജന്മദേശം ഏതാണ്? ആഫ്രിക്ക. സീബ്രയുടെ ജന്മദേശം ആഫ്രിക്കയാണ്. ഈജിപ്ത്, സുഡാൻ രാജ്യങ്ങളുടെ ജീവനാഡിയായി കണക്കാക്കുന്ന നദിയാണ് നൈൽ നദി. ഈജിപ്ത്, സുഡാൻ രാജ്യങ്ങളുടെ ജീവനാഡിയായി കണക്കാക്കുന്ന നദിയാണ് നൈൽ നദി. നൈൽ നദിയെ കുറിച്ച് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടിരുന്നു അല്ലേ? ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം ഏത് വൻകരയ്ക്കാണ്? ആഫ്രിക്ക. ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനം ഏത് വൻകരയ്ക്കാണ്? ആഫ്രിക്ക. ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നത് ആഫ്രിക്കൻ സാവന്നയാണ്. ബിഗ് ഗെയിം കൺട്രി എന്നറിയപ്പെടുന്നതാണ് ആഫ്രിക്കൻ സാവന്ന. ഏറ്റവും കൂടുതൽ കുട്ടികൾ അടിമകളായി വിൽക്കപ്പെടുന്ന വൻകരയാണ് ആഫ്രിക്ക. ഏറ്റവും കൂടുതൽ കുട്ടികൾ അടിമകളായി വിൽക്കപ്പെടുന്ന വൻകരയാണ് ആഫ്രിക്ക. ആഫ്രിക്കയെ പറ്റിയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാം വളരെ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് വടക്കേ അമേരിക്കയെ കുറിച്ച് നോക്കാം. ചോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. ചോളം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മിസൗറി, മിസിസിപ്പി. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് മിസൗറി, മിസിസിപ്പി. ഗ്രാൻഡ് കാനിയനിലൂടെ ഒഴുകുന്ന നദിയാണ് കൊളറാഡോ. ഗ്രാൻഡ് കാനിയനിലൂടെ ഒഴുകുന്ന നദിയാണ് കൊളറാഡോ. ഭൂമിശാസ്ത്രപരമായി ഗ്രീൻലാൻഡ് ഏത് വൻകരയുടെ ഭാഗത്താണ്? വടക്കേ അമേരിക്ക. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ ഗ്രീൻലാൻഡ് വടക്കേ അമേരിക്കയുടെ ഭാഗമാണ്. ലോകത്തിന്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന പ്രയറി പുൽമേടുകൾ കാണപ്പെടുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. ലോകത്തിന്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്ന പ്രയറി പുൽമേടുകൾ. അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് പരിചയപ്പെടാം അല്ലെ? ലോകത്തിന്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നറിയപ്പെടുന്നതാണ് പ്രയറി പുൽമേടുകൾ. പ്രയറി പുൽമേടുകൾ കാണപ്പെടുന്ന വൻകരയാണ് വടക്കേ അമേരിക്ക. കരബന്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകരയാണ് വടക്കേ അമേരിക്ക. കരബന്ധ രാജ്യങ്ങളില്ലാത്ത ഏക വൻകരയാണ് വടക്കേ അമേരിക്ക. ഏത് ഭൂഖണ്ഡത്തിലാണ് എല്ലാ രാജ്യങ്ങളുടെയും മതം ക്രിസ്തുമതമായിരിക്കുന്നത്? വടക്കേ അമേരിക്കയിലെ. വടക്കേ അമേരിക്കയിലാണ് എല്ലാ രാജ്യങ്ങളുടെയും മതം എന്തായിരിക്കണം? ക്രിസ്തുമതമായിരിക്കുന്നത്. ഏത് വൻകരയിലാണ് അപ്പലാച്ചിയൻ പ്രദേശങ്ങൾ? വടക്കേ അമേരിക്കയിലെ. വടക്കേ അമേരിക്കയിലാണ് അപ്പലാച്ചിയൻ പ്രദേശങ്ങൾ. റോക്കീസ് മലനിരകൾ ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്കയിലെ. റോക്കീസ് മലനിരകൾ വടക്കേ അമേരിക്കയിലാണ്. മെക്സിക്കോ ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്കയിലെ. മെക്സിക്കോ വടക്കേ അമേരിക്കയിലാണ്. ലോകത്തെ ഏറ്റവും വലിയ ഗ്രാനിയനായ ഗ്രാൻഡ് കാനിയൻ ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്കയിലെ. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാനിയനായ ഗ്രാൻഡ് കാനിയൻ വടക്കേ അമേരിക്കയിലാണ്. കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകര ഏഷ്യ. കൂടുതൽ ജനസാന്ദ്രതയുള്ള വൻകരയാണ് ഏഷ്യ. അലക്സാണ്ടർ ദ്വീപ സമൂഹം ഏത് വൻകരയുടെ ഭാഗമാണ്? വടക്കേ അമേരിക്ക. അലക്സാണ്ടർ ദ്വീപ സമൂഹം വടക്കേ അമേരിക്കയുടെ ഭാഗമാണ്. തക്കാളി ലോകത്താദ്യമായി കൃഷി ചെയ്ത പ്രദേശമാണ് തെക്കേ അമേരിക്ക. തക്കാളി ലോകത്താദ്യമായി കൃഷി ചെയ്ത പ്രദേശമാണ് തെക്കേ അമേരിക്ക. പാറ്റഗോണിയ മരുഭൂമി ഏത് വൻകരയിലാണ്? തെക്കേ അമേരിക്ക. പാറ്റഗോണിയ മരുഭൂമി തെക്കേ അമേരിക്കയിലാണ്. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ്. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്കയിലെ സ്വതന്ത്ര രാജ്യങ്ങളുടെ എണ്ണമാണ് 12. തെക്കേ അമേരിക്കയിലെ സ്വതന്ത്ര രാജ്യങ്ങളുടെ എണ്ണമാണ് 12. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും വേർതിരിക്കുന്നതാണ് പനാമ കനാൽ. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും വേർതിരിക്കുന്ന കനാലാണ് പനാമ കനാൽ. ഏറ്റവും കൂടുതൽ മതങ്ങൾക്ക് ജന്മഭൂമിയായ വൻകരയാണ് ഏഷ്യ. ഏറ്റവും കൂടുതൽ മതങ്ങൾക്ക് ജന്മഭൂമിയായ വൻകരയാണ് ഏഷ്യ. അറേബ്യൻ ഉപദ്വീപിലെ പ്രധാന മതമാണ് ഇസ്ലാം മതം. അറേബ്യൻ ഉപദ്വീപിലെ പ്രധാന മതമാണ് ഇസ്ലാം മതം. ഏഷ്യയുടെ കിഴക്കേ അറ്റമാണ് സൈബീരിയയിലെ
ഡെസ്നേവ് മുനമ്പ്. ഏഷ്യയുടെ കിഴക്കേ അറ്റമാണ് സൈബീരിയയിലെ ഡെസ്നേവ് മുനമ്പ്. ഭൂമിയുടെ ചെറു പതിപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. ഭൂമിയുടെ ചെറു പതിപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ. ഏഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള കരബന്ധം വേർപെട്ടതിന് കാരണം സൂയസ് കനാല്. ആത്മീയതയുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏഷ്യ വൻകരയാണ്. ഏത് വൻകരയിലാണ് ഒറാങ്ങുട്ടാനെ കാണപ്പെടുന്നത്? ഏഷ്യയിലാണ്. ഏഷ്യ വൻകരയിലാണ് ഒറാങ്ങുട്ടാനെ കാണപ്പെടുന്നത്. വൈരുദ്ധ്യങ്ങളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏഷ്യയാണ്. ഏത് വൻകരയിലാണ് സിൽക്ക് റൂട്ട് അഥവാ പട്ടുപാത? ഏഷ്യ വൻകരയിലാണ് സിൽക്ക് റൂട്ട് അഥവാ പട്ടുപാത. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വൻകരയാണ് ഏഷ്യ. ഏറ്റവും വിസ്തീർണം കൂടിയ വൻകരയാണ് ഏഷ്യ. നെല്ല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൻകരയാണ് ഏഷ്യ. ഭൗമോപരിതലത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഏഷ്യ. ഭൗമോപരിതലത്തിലെ ഏറ്റവും ഉയർന്ന ഭാഗവും താഴ്ന്ന ഭാഗവും സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് ഏഷ്യ. ബോസ്ഫോറസ് പാലം ബന്ധിപ്പിക്കുന്ന വൻകരകൾ ഏതൊക്കെയാണ്? ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ബോസ്ഫോറസ് പാലം. ബുദ്ധമത രാജ്യങ്ങളുടെ ഏക വൻകരയാണ് ഏഷ്യ. 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ വൻകര ഏഷ്യയാണ്. നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ കാണപ്പെടുന്ന വൻകരയാണ് ഓഷ്യാനിയ. മുട്ടയിടുന്ന സസ്തനങ്ങളെ സാധാരണയായി കാണപ്പെടുന്ന വൻകരയാണ് ഓസ്ട്രേലിയ. ദക്ഷിണാർദ്ധഗോളത്തിൽ മാത്രമായി സ്ഥിതി ചെയ്യുന്ന ജനവാസമുള്ള ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ബ്ലൂ മൗണ്ടൻ സ്ഥിതി ചെയ്യുന്ന വൻകര ഓസ്ട്രേലിയയാണ്. ഏതാണ്? ഓസ്ട്രേലിയ. ഒരു രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഏത് വൻകരയുടെ ഭാഗമാണ്? യൂറോപ്പ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ യൂറോപ്പ് വൻകരയുടെ ഭാഗമാണ്. പ്ലാറ്റിപ്പസ് കാണപ്പെടുന്ന വൻകര ഏതാണ്? ഓസ്ട്രേലിയ. ഇനി നമ്മൾ വിദൂര സംവേദനത്തെ കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തന്നെ വൻകരകളെ കുറിച്ചുള്ള ഒരുപാട് ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടു. വൻകര എന്ന വിഷയത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പൂർണ്ണമായിട്ടില്ല. ഇനിയും നമുക്ക് കുറച്ച് ചോദ്യങ്ങളും കൂടി പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പരിചയപ്പെടാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.